ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് മധ്യപ്രദേശിലെ റവ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. റവ നമുക്ക് ഒരു 20 കിലോമീറ്റർ ദൂരം കൂടിയുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലാണ് നിർത്തിയത്. പക്ഷെ പമ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ ശോകമാണ്. ഞങ്ങൾക്ക് വേറെ കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ നിന്നു, അത്രേ ഉള്ളൂ. കാരണം നൈറ്റ് നമ്മൾ ഒരു 8 മണി വരെ ഓടി. കാരണം എന്താ വെച്ചാൽ ഈ പമ്പ് കിട്ടാണ്ടായിട്ടാണ് 8 മണി വരെ ഓടിയത്. അല്ലെങ്കിൽ അത്ര ഓടലുള്ളതല്ല. അല്ല, ഞങ്ങൾ സാധാരണ ഒരു 6-7 മണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിർത്തും. സാധാരണ ഇന്നലെ പമ്പേ കിട്ടിയില്ല. അതെന്താ വെച്ചാൽ 24 മണിക്കൂർ പമ്പ് ഇവിടെ കുറച്ച് കുറവായിരുന്നു ഞങ്ങൾ ഈ വന്ന ഏരിയയിൽ. പമ്പുകൾ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു കേട്ടോ, 24 മണിക്കൂർ പമ്പ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഗദ്ദി കെട്ടി ഇവിടെ നിർത്തി. ബാത്റൂം കണ്ട് ഞങ്ങളുടെ കണ്ണ് ബ്ലിങ്കസ്യാന്നായി. അത്ര അബദ്ധം എന്ന് പറഞ്ഞാൽ അത്രയും അബദ്ധമാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ പോവാണ്. നമ്മള് ജയ്പൂരല്ലല്ലോ, നാഗ്പൂര് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. നമുക്കിനി ഒരു 525 കിലോമീറ്ററും കൂടി വരുന്നുണ്ട്. നാഗ്പൂരിലേക്ക് ഉണ്ട്, പക്ഷെ ഒന്നും അറിയില്ല. അതായത് നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഇന്നലെ നമ്മള് 340 സംതിങ് ഇങ്ങോട്ട് ഓടി. അപ്പൊ ഇന്നും അത്രയും ഓടാൻ പറ്റുന്നതാണ് ഒരു നമ്മുടെ ലക്ഷ്യം. ഈ വഴി ഇങ്ങനത്തെ വഴിയാണെങ്കിൽ നമുക്ക് ഏകദേശം അങ്ങനെ ഓടാൻ പറ്റും. കാരണം നല്ല വഴിയാണ്, തിരക്കും കാര്യങ്ങളൊന്നും അധികമില്ല. ഈ കുഞ്ഞു കുഞ്ഞു ടൗണുകൾ വരുമ്പോഴാണ് കുറച്ച് തിരക്കുള്ളൂ, അല്ലാത്ത തിരക്കില്ല. വേറെ ടിസ്റ്റ് എന്താ അറിയോ, രാവിലെ ഞങ്ങള് പല്ല് പോലും തേച്ചിട്ടില്ല. ഗ്ലാമർ മാത്രമേ ഉള്ളൂ, പല്ല് പോലും തേച്ചിട്ടില്ല. മുഖം കഴുകി അത്രേ ഉള്ളൂ. കാരണം പല്ല് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ബാത്റൂമിൽ പോയിട്ട് പല്ല് പോലും തേക്കാൻ പറ്റും. ഞങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറി കഴിഞ്ഞിട്ട് പല്ല് കേൾക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പല്ലൊക്കെ തേച്ചു ചായ കുടിച്ചിട്ട് അങ്ങ് പോവാ അല്ലേ. കുഞ്ഞാറ്റയ്ക്ക് രാവിലെ വിശക്കുവാന്ന് തോന്നുന്നു. എന്നാ പിന്നെ പെട്ടെന്ന് ഒരു ചായ കുടിക്കാം. ഭയങ്കര വിശപ്പ്. അടിപൊളി ഒരു മാഗി തിന്നാനുള്ള വിശപ്പാണ്. മാഗി തിന്നാൻ മാത്രമുള്ള വിശപ്പുള്ളൂ കൊച്ചില്. കാരണം മാഗി വണ്ടിയിലുണ്ട് എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നില്ല. അപ്പൊ പറയാം മാഗി ഞാൻ പറഞ്ഞ എത്ര ദിവസമായിട്ട് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മാഗി വേണം. ഇവിടെ മാഗിയും ആലു പൊറോട്ടയാണ് പറഞ്ഞത്. ഇവിടുത്തെ ആലു പൊറോട്ട നമ്മൾ ഈ യാത്രയിൽ അങ്ങനെ ആലു പൊറോട്ട കഴിച്ചിട്ടേ ഇല്ല. എവിടുന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് മധ്യപ്രദേശിൽ ആലു പൊറോട്ട എങ്ങനെയുണ്ടെന്നോ. അപ്പൊ നമ്മുടെ ചായ വന്നു കേട്ടോ. ഇവിടെ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം, നമുക്കിനി 132 ടോളും കൂടി പാസ്സാവാം. അതിനുള്ള ടോളുണ്ട്. അത്രയും ടോൾ ഉണ്ടാവോ? അത്രയൊന്നും ഇല്ല വീട് വരെ. ഇല്ല അല്ലേ. അപ്പോ ഇവിടെ ചായക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ചായ ചോദിച്ചു കഴിയുമ്പോ തന്നെ നമ്മളോട് ചോദിക്കും ഭക്ഷണത്തിന് മുന്നേ വേണോ അതോ ഭക്ഷണം കഴിഞ്ഞു വേണോ എന്ന്. പക്ഷേ ഉണ്ടല്ലോ അടിപൊളി ചായ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചോദിക്കില്ലല്ലോ, ഭക്ഷണത്തിന് കൂടെ തന്നെ അങ്ങ് കൊണ്ടുതരും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. സൂപ്പർ. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വരെ ചോദിച്ചിട്ടാണ് തരുള്ളൂ. നല്ല ചായ. ഇവിടെ അങ്ങനെ ആരും ഭക്ഷണത്തിന്റെ കൂടെ ഒന്നും കഴിക്കൂല. ഈ ചായക്ക് 10 രൂപയും കൊണ്ടല്ലേ ഉള്ളൂ. ഈ കപ്പം കൊണ്ട് അവർക്ക് എന്താണ് ഒരു ലാഭം ഉള്ളത്? എനിക്ക് മനസ്സിലായി. കപ്പ് തല്ലി പിടിച്ച് കളയും. ഇത് 2 ചായയല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് ഈ കപ്പിനി വേണ്ട, കപ്പ് കളയാം. കൊച്ചിന് വേണോ കപ്പ്? ഇങ്ങനെ കുടിച്ചാലേ ടേസ്റ്റ് അറിയാം. സാധാരണ കൊച്ചിന് വേണമെന്ന് പറയുന്നതാണല്ലോ. അങ്ങനെ കുഞ്ഞാറ്റേന്റെ മാഗി വന്നു. പക്ഷെ വല്ലാത്തൊരവസ്ഥയായി പോയി. ചൂട് കാരണം കൊച്ചിന് വായിലേക്ക് എടുക്കാനും പറ്റുന്നില്ല. ചൂട് ഊതി തളിപ്പിച്ച മാഗിയാണ് മോനെ. മാഗി വേറെ എന്തുവാണെങ്കിലും അമ്മ വാരിത്താ ഞാൻ തിന്നാം അങ്ങനെയൊക്കെ പറയും. പക്ഷെ മാഗി അല്ല, എരിവുണ്ടെങ്കിൽ വേണ്ട. മാഗിയിൽ ഇനിയിപ്പോ എത്ര എരിവാണേലും കൊച്ചു കഴിക്കും. അങ്ങനത്തെ അഹങ്കാരം ഒന്നും ഇല്ല. മാഗി, ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ. നമുക്കൊരു പണിയാണല്ലോ, നമുക്ക് കുഞ്ഞാറ്റിനെ ഗീവ് അവേ കൊടുത്താലോ? കുഞ്ഞാറ്റെ ഗീവ് അവേ കൊടുക്കട്ടെ. അയ്യോ പിന്നെ അമ്മ ഒന്നാ വേണ്ട. ഗീവ് അവേ കൊടുക്കുന്നവര് തന്നെ വേണമെങ്കിൽ തിരിച്ചു തന്നു വിടും. അതെ. അയ്യോ ഞങ്ങൾക്ക് ഗീവ് അവേ വേണ്ടേന്ന് പറയും. ആൻസിയെ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇതിന്റെ ഉള്ളൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇതാണ് ഹോട്ടൽ വരുന്നത് കേട്ടോ. ഹോട്ടലിന്റെ കുക്കിംഗ് ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ഒഴിയും. കുഞ്ഞാറ്റയ്ക്ക് ചായ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ചായയായിരുന്നു. കുഞ്ഞാറ്റ പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ വർത്താനില്ല കേട്ടോ. ഇതാണ് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇതാണ് മുതലാളി എന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഗമ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വിചാരിച്ച ഒട്ടും ഇല്ലായിരിക്കുന്നു. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ കണ്ടമാനം സ്ഥലമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇങ്ങനെ ഹോട്ടലൊക്കെ റിവ്യൂ ചെയ്യുന്നതെന്ന്. ചുമ്മാ മധ്യപ്രദേശിലെ ഹോട്ടലുകളൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ. അവിടെയാണ് കൈ എഴുതുന്നത്. കുഞ്ഞാറ്റിങ് പോവാ. അവിടെ അല്ലേ. ബാത്റൂം അത് ആണ്. വേണ്ട, കൊച്ചു പിടിച്ചോ.
അവിടെ കൊണ്ടേ വെക്കാം, എന്നിട്ട് നമുക്ക് കുടിക്കാം. ആൻസി ആൻസി ഉള്ളിലേക്ക് ഭയങ്കര ഏരിയ ആണ്. ആ ഇവിടെ ഇച്ചിരി കുറവല്ലേ? ഞാൻ വിചാരിച്ചത് ഞാൻ പോകുമ്പോൾ കണ്ടപ്പോൾ ഈ ഫ്രണ്ടിലത്തെ 2 മേശ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫുള്ള് സ്ഥലമാണ്. ഉള്ളിലേക്ക് ഞാൻ ഈ 2-3 മേശ ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിലേക്കുണ്ടോ? വലിയ ഹോട്ടലാണ്. നമ്മൾ നിർത്തിയേക്കുന്നതിന് നേരെ മുമ്പിൽ വേറൊരു വണ്ടി കിടക്കുന്നുണ്ടോ? സെയിം ഈക്കോ തന്നെ, ഈക്കോ. ആള് വീണല്ലേ? എടി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ ചായ എന്ന് പറഞ്ഞാൽ നല്ല കറയാണ്, അതറിയാവോ? അല്ലെങ്കിലും വേറൊരു കാര്യം എന്താ അറിയോ, ഒരു ട്രിപ്പിന് കൊണ്ടുപോയ ഡ്രസ്സ് അടുത്ത ട്രിപ്പ് വരെ എടുത്തു വെക്കാന്ന് നമ്മൾ വിചാരിക്കരുത്, മൊത്തം നാശം. അപ്പൊ അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട വന്നു. എങ്ങനെയുണ്ട് ആൻസി? വിചാരിച്ച പോലെ അങ്ങ് ഒത്തില്ല അല്ലേ? അത് മാത്രല്ല ലഹിയില്ല. അതിന് വേറെ വരുമ്പോ മുതലാളിന്റെ മകനാന്ന് തോന്നുന്നു, അവരെന്തേലും പറഞ്ഞു വീഡിയോ എടുത്തോട്ടെ ഉണ്ടാക്കുന്നവർക്ക് ഓർജാടാം. അയ്യോ വേണ്ട, എന്നെ കാണിക്കണ്ട അങ്ങനെയൊക്കെ. ഞാൻ വിചാരിച്ചു പുള്ളീന്റെ ഫുഡ് അടിപൊളിയായിരിക്കും, പുള്ളി ഞാൻ അടുക്കളയിലൊന്നും ആരും കേറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കണേ? ഇയാളൊരു ആലു പൊറോട്ട. അത് അതുകൊണ്ടല്ല ഇത് ഗോതമ്പ് വെച്ചുണ്ടാക്കിയത്, പക്ഷെ ടേസ്റ്റ് ഇല്ല. ദഹി വേണമായിരുന്നു, ദഹി ഉണ്ടെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കഴിച്ചിട്ടൊക്കെ പോവാം. വാങ്ങിയത് എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വണ്ടിയിൽ കയറിട്ടോ. ആ ചേട്ടൻ എന്നെ വധിച്ചാൻസി. എന്താണ്? ചേട്ടന് എന്നെ കൊണ്ട് കുറെ വീഡിയോ ഒക്കെ എടുപ്പിച്ച്. അത് മുതലാളി. എന്നിട്ട് പുള്ളിക്ക് ഫോണിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞത്, അങ്ങനെ അയച്ചു കൊടുത്തു. പുള്ളിക്ക് കാണാൻ ആക്രാന്ത്. നമ്മുടെ വീഡിയോ അല്ല, പുള്ളി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുള്ളി പറയാ, ഇടയ്ക്കിടയ്ക്ക് പറയാ, നിങ്ങൾ യൂട്യൂബിൽ ഇത് മൊത്തം ഇടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ ഞാൻ കണ്ടിട്ട് കുറെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവരെ കട കാണിച്ചതിന്റെ ഒരു സന്തോഷം. അതെ അതങ്ങനെ എപ്പോഴും എല്ലാരും ഒന്നും വന്നിങ്ങനെ വീഡിയോ എടുക്കൂലല്ലോ. റോഡ് പണിയല്ല, റോഡിന്റെ സൈഡിലേക്ക് ഇച്ചിരി വീതി കൂട്ടുന്നതല്ല, ഇത് പുതിയ ടാറിങ് കഴിഞ്ഞ സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് ലെവലാക്കും, പൊളിഞ്ഞു പോയിരിക്കാൻ. ആണ് അത് ശരി. ഫ്ലഡ് കാണിച്ചത് അത് ഈ വഴിയാണ്. എപ്പോഴോ വന്നിട്ടുണ്ട്. അതെ, പണ്ടെങ്ങാണ്ടോ വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും മാപ്പിൽ കിടപ്പുണ്ട്. അതാണ് അതിന്റെ രസം. അത് പറഞ്ഞപ്പോ അത് കുഞ്ഞാറ്റ നോട്ട് ചെയ്ത് വെച്ചെന്നുള്ളതാണ് വേറൊരു രസം. അത് വേറൊരു രസം. ഇവിടെ അങ്ങനെയാട്ടോ. ഇവിടെ മധ്യപ്രദേശിലാണെങ്കിൽ പോലും ഹെൽമെറ്റ് വേണ്ട, വണ്ടിയിൽ 3 ആള് വേണം. UP-യിൽ ചില സമയത്ത് ഇങ്ങനെയാന്ന് അങ്കിൾ പറഞ്ഞു. എങ്ങനെയാണെന്നറിയാം, 3 ആള് വണ്ടിയിലുണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്ന ആള് ഹെൽമെറ്റ് ഇടണം, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം. വണ്ടിയിൽ 3, 4, 5 പേര് ഇരുന്നോട്ടെ, അതൊന്നും വിഷയമില്ല. ഫ്രണ്ടിരിക്കുന്ന ആള് ഹെൽമെറ്റ് ഉണ്ട്, ബാക്കിയുള്ളവര് വീഴോ തലവിട്ടോ. രസം എന്ന് വെച്ചാൽ ചില പോലീസുകാർ തലക്കെട്ടൊക്കെ കെട്ടിയിട്ടാണ് നിക്കുക. ഇനിയിപ്പോ എന്താണെന്നറിയോ, ഇതിപ്പോ ഈ റവേന്റെ ഒരു തിരക്കാ. ഈ റവ കഴിയണം, തിരക്ക് പറയണ ഈ റവ കഴിയണം. എത്താനായി. അങ്ങനെ നമ്മള് റവ എന്ന് പറഞ്ഞ ടൗണിൽ എത്തിയട്ടെ. ഇവിടെ വെച്ചിട്ട് റവ മേടിച്ചോണ്ട് പോയാലോ? റവ ഉണ്ടാവും ഒരിക്കലും ഇവിടെ. ചളി ഇവിടെയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. റോട്ടിൽ കൂടി ഈ ടീംസ് ഇങ്ങനെ നടക്കും. പശുക്കളെ നമ്മൾ നോക്കാള് നോക്കിക്കോളുക. അത് പക്ഷെ പശുക്കളാണെങ്കിൽ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിട്ടേ നടക്കുള്ളൂ റോട്ടിൽ കൂടി. പക്ഷെ ഇവിടുത്തെ മനുഷ്യന്മാർ അങ്ങനെയല്ല. പശുക്കളൊക്കെ സൈഡിൽ കൂടി നടക്കുമ്പോ മനുഷ്യന്മാര് ഇങ്ങനെ ചുമ്മാ ആ വഴി ഈ വഴി ഏവഴക്കോ വഴി കയറി വരും. ടൗണിൽ കയറി പിന്നെ പൊതുവെ അങ്ങനെ തന്നെയാണ്. എല്ലാ ടൗണിലും ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലേക്ക് ടൗണുകളിൽ ഇങ്ങനത്തെ പ്രശ്നം ഇല്ലല്ലോ. അത് നല്ല തല്ല് കിട്ടും, പിന്നെ നല്ല പെറ്റിയും കിട്ടും. അതെ, അത് പേടിയുള്ളതുകൊണ്ടാ. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പെറ്റി കൊടുക്കുന്നത് ശരിക്കും നല്ലതാണ്. ഒരു കണക്കിന് നല്ല കാര്യം തന്നെയാ. തെറ്റ് ചെയ്ത് അപ്പൊ കിട്ടിക്കൊള്ളുക. അതാകുമ്പോ എന്താ പറയാ, പിന്നീട് ആ തെറ്റ് ചെയ്യൂല. ഇവിടെയും ഹെൽമെറ്റ് ഇട്ട് വൃത്തിയായിട്ട് പോകുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതില്ലാത്തവര് അവർക്കും കൂടി ചീത്തപ്പേരാണ്. തലയിൽ കെട്ടും കെട്ടി ഇങ്ങനെ പോകുന്നവരാ കൂടുതൽ. നമ്മളെ പക്ഷെ മറ്റേ വഴി നീ റവേന്റെ നടുക്കോട്ട് ഇറക്കിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായില്ല ആ വഴി. ഇനി നമ്മൾ കുറെ നേരം കഴിയുമ്പോ ഈ റവ കഴിഞ്ഞ് കഴിയുമ്പോ ആ വഴി പോയി കയറും. പക്ഷെ എന്നാ നേരത്തെ ആ വഴി പോയി നേരെ കയറായിരുന്നു. അതിൽ തന്നെ പോയാൽ മതിയായിരുന്നു. ഇവിടെ വാങ്ങണ്ടായിരുന്നല്ലേ? അയ്യോ കൈ ഇടിച്ച്. അങ്ങനെ ഞങ്ങള് ഫുൾ ബ്ലോക്കിൽ പെട്ടു കേട്ടോ. കാര്യം എന്താ വെച്ചാ ഇത് റവ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ സൈഡിലേക്ക് എത്തിട്ടോ. ഒത്ത നടുക്കെന്ന് പറഞ്ഞാൽ ഒത്ത നടുക്ക് കൂടിയാണ് നമ്മൾ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ്. എത്ര നിങ്ങൾ ഇനി ഈ വീഡിയോ അല്ല വീഡിയോ എത്തുന്നോടെ വരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
വായിലെ വെള്ളം പറ്റിക്കാന്നല്ലാണ്ട് ഒരുത്തം കൊണ്ടേ നമ്മുടെ സൈഡ് മിററും കൊണ്ടങ്ങ് പോയാനും എന്തോ ലക്കിന് ചവിട്ടി നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട്. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതെന്താ സംഭവം എന്ന് നമ്മൾ ഇതിന്റെ നടുക്ക് കൂടി വിട്ടേ, മറ്റേ വഴിയും 5-6 കിലോമീറ്റർ കൂടുതലുണ്ട്. ശരിക്കും ഞാൻ പറയുമ്പോ 5-6 കിലോമീറ്റർ കൂടുതൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതായിരുന്നു നല്ലത്. ചേച്ചിയാണ് ഞാൻ അരക്കുക. വെള്ളച്ചാട്ടോ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ നോക്കിയാലോ? വണ്ടി ഈ റോട്ടിലങ്ങ് നിർത്തിയാലോ? പാലം കൂടിയാണ്. അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, അമ്യൂസ്മെന്റ് പാർക്ക്. ആ പാർക്കിന്റെ സൈഡിൽ കൂടിയാണ് വെള്ളം ഒഴുകുന്നത്. എനിക്കവിടെ കളിക്കണം എന്നൊരു ആഗ്രഹം. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല മോളെ, അവിടെ ഇറങ്ങാൻ ഒരു പോലും ഇല്ല. കാരണം നമ്മൾ ഇത് ഇങ്ങനെയുള്ള റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിലാണത്. അത് അപ്പുറത്ത് കൂടി എഴുതി കൂടി ആയിരുന്നു കയറേണ്ടത്. നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ആ വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ട് ഇല്ലേ? നീ കണ്ടോ? ഞാൻ കണ്ടില്ലേ, വീഡിയോയിൽ കണ്ടോ? അതറിയില്ല. കൊച്ചി റെഡിയായിട്ട് കാര്യമില്ല, അത് വേറെ ഏതോ വഴിയാണ്. ഇത് കണ്ടോ, മധ്യപ്രദേശിലെ ഓരോ വീടുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇവരുടെ വീടിന്റെ സൈഡിൽ തന്നെ പശുക്കളൊക്കെ നിൽക്കുന്നതാണ് നമുക്കൊരു അത്ഭുതം തോന്നുന്നല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ തൊഴുത്ത് തന്നെ ഉണ്ട് പശുക്കൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനത്തെ ഇല്ല. ഇവിടെ പക്ഷേ വീടും എല്ലാം ഒരുമിച്ച് നമ്മുടെ യുപിയിൽ കണ്ടേ കൂട്ട് വീടല്ല. കുറച്ചൊക്കെ അങ്ങനത്തെ വീടുകളുണ്ട്. പോത്തൊക്കെ നമ്മള് ഹൈവേ തന്നെയാണ്. മറ്റേ ചിരട്ട പോലത്തെ ഇതാണ് ഇട്ടേക്കുന്നത്, ഓട്. ഓട്, ആ ഒരു ടൈപ്പ് ഓട്. അങ്ങനത്തെ ഓടുകളാണ് ഇപ്പൊ ഇനി മധ്യപ്രദേശില് കൂടുതലും അങ്ങനത്തെ ഓടുകളാ കൂടുതലും കുറേ കാണാം. ഹൈവേ ആ മാവ് നോക്കിക്കേ, അതിൽ മൊത്തം കായ ഉണ്ടായി എങ്ങനെ ഉണ്ടാവും? അതെ, അത്യാവശ്യം നല്ല കായ പിടിക്കുമായിരിക്കും. ചിലപ്പോ പിടിക്കും, ചിലപ്പോ പോവും. അങ്ങനത്തെ പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത് ഈ വഴി എന്ന് പറഞ്ഞാൽ ഇത് 4 ലൈൻ ആണ്. അപ്പൊ ഇതിൽ ശരിക്കും റൈറ്റ് സൈഡ് ചേർന്ന് ഓവർടേക്ക് ചെയ്യുന്ന വണ്ടികളാണ് പോകുക. പക്ഷെ അവിടെ ഫുള്ള് ലോറികൾ മാത്രമേ പോകുന്നുള്ളൂ. ഇവിടെ അങ്ങനെയാണല്ലോ, എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിലത്തെ സിസ്റ്റം ഇവിടെ സിസ്റ്റം ശരിയല്ല. വരും, നാട്ടിലത്തെ സിസ്റ്റം ഇവിടെ ഒന്നും വരത്തില്ല. ഈ പൂക്കള് കാണാൻ എന്ത് ഭംഗിയാണല്ലോ. അടിപൊളിയില്ലേ ആ കളറ്. നിർത്താൻ നമുക്കൊരു പീസ് കുറച്ചിട്ട് പോയാലോ? പിന്നെന്താ, ഈ നടുറോട്ടിൽ തന്നെ നിനക്ക് നിർത്തിയിട്ട് ബോഗൺവില്ലേന്റെ കമ്പ് ഓടിക്കണം അല്ലേ? അതെ, ബോഗൺവില്ല ആ പച്ചയും ആ റോസും കൂടി കാണാൻ നല്ലൊരു ഭംഗി. പച്ചതിന്റെ അല്ലേ? അല്ല, അങ്ങനെ ശരിക്കും ബോഗൺവില്ല അങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മള്. കണ്ടോ, നല്ല ഉരുണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പൂക്കളും ഇടയ്ക്കിടയ്ക്ക് പച്ചയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ മൊത്തം ഈ ബോഗൺവില്ലയാണ് കേട്ടോ. ഒരേ കളറാണെങ്കിൽ പോലും ബോറടിക്കില്ല. നല്ല ഭംഗികളിൽ പല വിധങ്ങളിലായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. അതാണ് ബോഗൺവില്ലേന്റെ ഭംഗി. ബോഗൺവില്ല ഇതവര് വെട്ടി ഇങ്ങനെ ബോൾ പോലെ ആക്കി നിർത്തുന്നതാന്ന് തോന്നുന്നല്ലേ. എല്ലാ വർഷവും വെട്ടുമ്പോ അങ്ങനെ ആവുമായിരിക്കും. നാഗാലാൻഡ്, ഈ നാഗാലാൻഡിൽ എന്താണെന്നറിയാം കൂടുതൽ വണ്ടികൾ ഇങ്ങനെ ഓടുന്നത്, നാഗാലാൻഡ് വണ്ടികള്. സംഭവം അവിടെ ടാക്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ കണ്ടെയ്നർ ആണ് കൂടുതൽ. അതെ, അതേപോലെ ബസ്സുകൾ നമ്മുടെ നാട്ടിൽ കൂടി NL എന്ന് പറഞ്ഞിട്ട് ബസ് ഓടുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ സംഭവങ്ങളാ. ടാക്സ് വെട്ടിക്കുന്ന അത് കുടിയുടെ അല്ല, ആണോ? ഓവർ കഴുതയാണ്, ഓവർ കഴുത. ഓഹോ, എന്തോ മുള്ളി തട്ടി നോക്കുമ്പോഴേ മുള്ളി തട്ടിട്ട് പോവാൻ നോക്കുമ്പോഴേ അത് കൂടുതലായിരുന്നു. അവിടെ സ്മഗ്ലിംഗ് സാധനം ഉണ്ടായിരുന്നു, എന്തോ വലിയ മിഷ്യൻ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോകും. അതാകുമ്പോ ആരും അറിയില്ലല്ലോ എന്താ. അയ്യോ, ആ മറ്റേ പിള്ളേർ വണ്ടി വലിച്ചോണ്ട് പോണേ എന്തോ സാധനമില്ലേ, അത് വെച്ചിട്ട് അവിടെ ഇല്ലേ നിറച്ചു പോവാല്ലേ, അവിടെ സാധനം ഉണ്ടായിരുന്നു. ആ സാധനം ഇതാണ് പ്രശ്നം. എല്ലാരും പറയും കുഞ്ഞാറ്റയ്ക്ക് സ്പേസ് കൊടുക്കണം, സംസാരിക്കാൻ അവസരം കൊടുത്താൽ 1/4 മണിക്കൂർ നമ്മൾ ഈ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. കണ്ടപ്പോ അത് കഴിക്കുന്നോട്ടിട്ട് പെട്ടെന്ന് ഓടിയത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ അല്ലേ. സാധാരണ അത് കുതിരയാണ്, അത്രേ ഉള്ളു കഥ. പക്ഷെ കഥ ഒരു 1/4 മണിക്കൂർ ഇങ്ങനെ പറയും. ഇതാ സാധനം അല്ലേ, ഇത് വേറെ സാധനം. അതുപോലത്തെ വേറെ അല്ലേ, വലിയ മിഷനാല്ലേ. ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഷീറ്റ് ഇങ്ങനെ പാർന്നുണ്ടോ,
ഓ എന്തോരം ടയറാ, ദൂരം ടയറാണ്, ടയറുകൾ മാത്രമേ ഉള്ളൂ. ദൂരം ടയറായേ അത്രയും. അപ്പൊ അത്രയും വെയിറ്റ് ഉള്ള സാധനല്ലേ. ആ മുഴുപ്പ് തന്നെ കണ്ടില്ലേ. മെല്ലെ മെല്ലെ മെല്ലെയാണ് അത് കൊണ്ടുപോകുന്നത്. ഫാസ്റ്റ് ഒന്നും ആവാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ആ വഴി തന്നെയാണ് അവര് പോകുന്നത്. ഫാസ്റ്റ് വഴി കൂടെയാണ് കയറി പോകുന്നത്. വേറൊരു കാര്യം നോക്കണ്ട, ഡാൻസ് ഒരു നാനോ കിടക്കുന്നു ലെഫ്റ്റ് സൈഡിൽ കണ്ട. കണ്ട് വൈറ്റ് നാനോ അല്ലേ, ഉപേക്ഷിച്ച വണ്ടിയാട്ടോ, ഉപേക്ഷിക്കപ്പെട്ട വണ്ടി. ഉപേക്ഷിച്ച വണ്ടിയാണ്. ഇടയ്ക്ക് ഇതേപോലെ ഓരോന്നിനും കാണാം, അല്ലാണ്ട് എപ്പോഴും ഒന്നുമില്ല. പക്ഷെ നമ്മളൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഇതായിരുന്നു. അതെ, ഒരു സുഖം. അങ്ങനെ ഞങ്ങള് മധ്യപ്രദേശിലെ എണ്ണടിക്കാൻ നിർത്തിയതാണ് കേട്ടോ. അത്ര സന്തോഷമില്ല. വളരെ സന്തോഷകരമായ നിമിഷം. അതെ, 107 രൂപ അതിലേ കാണിക്കുള്ളൂ. ഈ മെഷീൻ എന്തോ കംപ്ലൈന്റ് ഉണ്ട്, കാണിക്കുന്നില്ല അല്ലേ. അത് കണ്ടോ, അപ്പുറത്ത് കിടക്കുന്ന ലോറി കണ്ടോ, അത് CNG ആ പോകുന്ന വണ്ടി. 2 CNG ടാങ്ക് ഉണ്ട്. എന്താലേ എന്തരാണല്ലേ. അവിടെ എത്രയായിരുന്നു? 95 രൂപ, ഇവിടെ 107 രൂപ. ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 107 രൂപയായി. വയ്യ. ഇനി അങ്ങോട്ടെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കൂലേ. ഇനിയിപ്പോ നമ്മള് മഹാരാഷ്ട്ര കയറും. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. പക്ഷെ തെലങ്കാന, ആന്ധ്രാപ്രദേശ് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് ഉള്ള സ്ഥലം നമുക്ക് അറിയുന്നതാണല്ലോ അല്ലേ. അതെ, നമ്മള് പോകുന്ന സൈഡില് ഫുള്ള് ഈ ഗോതമ്പാണ് കേട്ടോ. ഇപ്പം ഗോതമ്പാണ് കൂടുതൽ. ഇപ്രാവശ്യത്തെ ട്രിപ്പില് ഫുള്ള് ഗോതമ്പ് അല്ലേ. ഓരോ ട്രിപ്പിലും നമുക്ക് ഓരോ കാഴ്ചകൾ, ഗോതമ്പും കടുകും. കടുക് അത് ആവശ്യത്തിന് വിളഞ്ഞു തുടങ്ങിയ ഒരു ഗോതമ്പ് പാടാണ് കേട്ടോ ഇത് കാണുന്നത്. അത് അങ്ങനെ ഒരു കളർ അല്ലേ. അതെ, ഒരു വേറൊരു മഞ്ഞപ്പ് കൂടി ഒരു കളർ. ഈ ഹൈവേ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ കന്യാകുമാരി റൂട്ടിലാണ്. കന്യാകുമാരി ഏഷ്യൻ ഹൈവേ ആണോ? ഏഷ്യൻ ഹൈവേ ആണോ? ഏഷ്യൻ ഹൈവേ അല്ല, നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ. എന്താ കുഞ്ഞാ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വഴി എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. വഴി കാണിച്ചെന്ന് ആരും പറയുന്നതേ. വഴിന്റെ അല്ല, മെയിൻ വിഷയം എന്താ അറിയോ, വെയില്. നല്ല വെയിലാണ് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ അതിന് വെയിൽ. നമ്മുടെ എന്താ പറയാ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്നത്. കൊച്ചിന് വെയിൽ കുറവാല്ലേ? കൊച്ചിന് വെയിലില്ല, കൊച്ച കർട്ടനൊക്കെ അങ്ങ് അടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത്. സുഖമായിട്ടിരിക്കും. എപ്പോഴാണോ പോലീസ് അല്ല, ഒരു സൈഡ് മാത്രം അടച്ചിട്ടുള്ളൂട്ടെ. കാരണം അവിടുന്ന് അവൾക്ക് നല്ല വെയിലടിക്കുന്നു. അല്ല, അതിപ്പോ നമ്മളിപ്പോ മഹാരാഷ്ട്രക്ക് കയറും, അന്നേരം അത് തുറന്നിടണം. അല്ലെ പോലീസ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അവര് സ്ട്രിക്റ്റ് ആണ്. കാരണം കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ അവര് ഫൈൻ അടിക്കും. വെറുതെ റിസ്ക്. അല്ല, ഇപ്പൊ മറ്റേ ഇതും കൂടെ വന്നില്ലേ, ക്യാരിയറും കൂടി വെക്കാൻ പാടില്ല മധ്യപ്രദേശിലല്ലേ വന്നേ? അല്ല, അത് ഡൽഹിയിലൊരു ഒരു പോലീസുകാരൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് മധ്യപ്രദേശിലല്ലേ? മധ്യപ്രദേശ് അല്ലല്ലോ, മഹാരാഷ്ട്ര അല്ലേ. മഹാരാഷ്ട്രയാ. പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, കാരിയർ പ്രൈവറ്റ് വണ്ടിക്ക് പാടില്ല, ടാക്സി വണ്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഫുള്ള് ഗോതമ്പ് പാടങ്ങളാണ് കേട്ടോ. മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ ഒരു ടൈമിന് വന്നപ്പോഴൊക്കെ ഫുള്ള് ഗോതമ്പ് അല്ല നെൽപ്പാടങ്ങളായിരുന്നു. ട്രെയിൻ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഗോതമ്പ് പാടം നെൽപ്പാടം പോലെ തന്നെയാണ് ഈ ഗോതമ്പ് പാടവും. പിന്നെ കാണാനൊരു ഭംഗി, കൊറേ ഏരിയ അങ്ങനെ കിടക്കുന്നുണ്ട്. ശരി, നമ്മളെ ഈ ഫോറസ്റ്റിൽ ആന പോകുന്നൊക്കെ ബോർഡ് കാണുമല്ലോ, ആന, മാനെ, അതുപോലത്തെ ബോർഡാണ് ഇത് കേട്ടോ. റോഡിൽ പശു പോകും. കാറ്റിൽ പ്രോൺ ഏരിയ. അതിവിടെ കൊറേ ഏരിയ. ഇവിടെ ഈ വഴി മൊത്തം നമ്മൾ കണ്ടൊരു സംഭവം അത്. ഞാൻ ഇപ്പൊ പെട്ടെന്നാണ് ഞാനത് കാണുന്നത് കേട്ടോ. കാരണം നീ ഉറങ്ങുമല്ലായിരുന്നോ? ഞാൻ കുറച്ച് നേരം ഉറങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഇഷ്ടംപോലെ സ്ഥലത്ത് റോഡിന്റെ നടുക്ക് നിർത്തേണ്ടി വന്നു എനിക്ക്. പശു മുമ്പിൽ പശു. നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ എടുപ്പിച്ചേനെ. പക്ഷെ ഇങ്ങനെ റോഡ് സൈഡില് നമ്മള് പഴയ ട്രിപ്പിലൊക്കെ കൊറേ ഉണ്ടാവുമായിരുന്നു, കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ കിടക്കൊക്കെ ചെയ്യുന്നേ. അത് നമ്മള് പറഞ്ഞപ്പോ തന്നെ പശു ഉണ്ടെന്നാണ് കുഞ്ഞാന്റെ പറയണത്. അതായത് എന്താ പ്രശ്നം എന്നറിയോ, നമ്മളെങ്ങാനും ഒന്ന് അറിയാണ്ട് തട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പിന്നെ നമ്മളെ കൊണ്ടുപോകുന്ന വേറെ രഥത്തിലായിരിക്കും. വെറുതെ റിസ്ക് എടുക്കണ്ട. ഇവിടെ മനുഷ്യന്മാരെ തട്ടി എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോ തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് പോകും. പക്ഷെ പശുക്കളെ തട്ടിയാൽ അങ്ങനെയല്ല, നിയമം മാറും. അങ്ങനെ നമ്മൾ ജബൽപൂർ എത്താനായി കേട്ടോ. ജബൽപൂർ. ഞങ്ങളങ്ങനെ ഈ വഴിയോരം മുഴുവൻ കട്ട് ചെയ്യണോ? കട്ട് ചെയ്തോ. നമ്മള് ഫുള്ള് പേരൊക്കെ കണ്ടിട്ട് നിർത്തിയത് കേട്ടോ. ഒന്നുമില്ലാണ്ട് മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചേച്ചി അകലല്ലേ തരാത്. അങ്ങനെ തരാന്ന് വെച്ചാൽ കൊടുത്താൽ മതി. നോക്കി കളർ കണ്ടുള്ളൂ, ഇത് ഒരു പിങ്കിഷ് അല്ലേ. നമ്മളിതിന് മുന്നേ ഇങ്ങനത്തെ ട്രിപ്പിലും ഇങ്ങനത്തെ പേരൊക്കെ കണ്ടിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട് എന്തായാലും. കഴിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാ.
സൂപ്പർ ആണോന്ന്. എത്ര രൂപ പേരയ്ക്കൊക്കെ? 100 രൂപ. 100 രൂപയോ? പിന്നെ 100 രൂപയ്ക്ക് പേരക്ക അന്ന് നമ്മൾ 120 മേടിച്ചത്. 100 രൂപ പേരയ്ക്ക. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടേക്കണേ? 50 രൂപയ്ക്ക് അടി മേടിച്ചു, 1/2 കിലോ മേടിച്ചുള്ളൂ. 1/2 കിലോ. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിരിക്കുന്ന? ഞാനേ ഒരു സാധനവും വേണ്ടാന്ന് പറഞ്ഞ പുള്ളിക്കാരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയിടല് എന്തോ സാധനം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞാര് രക്ഷപ്പെട്ടു, കുഞ്ഞാരിക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത്. ഞാൻ കഴിച്ചപ്പോ നല്ല മധുരമുണ്ട്. മധുരമുണ്ട്. പക്ഷെ ഇനിയിപ്പോ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? പച്ച കളർ കേട്ടോ, മൊത്തത്തിൽ പച്ച കളറായി, പച്ചയായി. എന്താണ്? കുഴപ്പമില്ല. മുളകൊന്നും മുളകല്ലല്ലോ, മുളകല്ല, മല്ലിച്ചപ്പ. ആൻസിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം മല്ലിച്ചപ്പ്. എന്തിൽ കണ്ടാലും പെറുക്കി മാറ്റി വെക്കും. കാണാത്തതിൽ തിന്നും, വേറെ വഴിയില്ലല്ലോ. കൊള്ളില്ല കേട്ടോ. അന്ന് കഴിയാ മതി. പേരയ്ക്ക് ഞാൻ കഴിച്ചോട്ടെ. എനിക്കൊന്നും കിട്ടാൻ കൊള്ളില്ലല്ലോ. പെട്ടെന്ന് കഴുകാം, പെട്ടെന്ന് കഴുകട്ടോ. കുഞ്ഞാറ്റേ, ഇവിടെ ഉണ്ടല്ലോ ഒരു നദിയുണ്ട്. നദിയുടെ പേരെന്താണെന്നറിയോ? മാത്രം ഓണടിക്കുന്നത് എന്തോ ഒരു സുഖാന്ന് തോന്നുന്നു പുള്ളിക്ക്. ഈ ഒരുമാതിരി ഭ്രാന്ത് എവിടെ ഉള്ളു. ഈ നദിയുടെ പേരെന്താണെന്നറിയോ കുഞ്ഞാറ്റിക്ക്? നർമ്മദ. നർമ്മദ നദിയാണ്. പുള്ളി പോകുന്നതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് വേറെ വണ്ടി പോകുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് പുള്ളി ഓണടിച്ചത്. ഇവിടുന്ന് ഓണ് ഞെക്കി പിടിച്ചോണ്ടാവും. ക്ഷമിക്ക് നല്ലത്. ഞാൻ നർമ്മദ നദിനെ പറ്റി പറയാൻ വേണ്ടി വന്നതായിരുന്നു. ഫ്ലോയും കൂടി അങ്ങ് പോയി കിട്ടി. കാണുന്നുണ്ടോ നോക്കിയാ നർമ്മദേന്റെ വെള്ളമെങ്കിലും? നർമ്മദ നദിയാണ് ഇതാ കുഞ്ഞാറ്റി കാണുന്നത്. അത് കണ്ടോ കുഞ്ഞാ? ഇതാണ് നർമ്മദ നദി. കാണുന്നുണ്ടോ? ദേ കൊറേ നദികളുണ്ട്, വലിയ വലിയ കൊറേ നദികള്, പുണ്യ നദികള്. അതിലൊരു നദിയാണിത്. എന്താണ്? നർമ്മദ. പുണ്യനദി. പുണ്യനദി. അവിടെ എന്താ പരിപാടി നോക്ക്. എവിടെയാ? പേരയ്ക്ക കാരിക്കാരി അതിന്റെ ഉള്ളിലത്തെ കുരു മാത്രം തിന്നുന്നു, തൊലിയല്ല നമ്മക്ക്. നമ്മളിപ്പോ ഒരു ചുരം കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ കേറിയിട്ട് ഇറങ്ങും. ഇറങ്ങുന്ന എങ്ങോട്ടാ? മഹാരാഷ്ട്ര ആയിരിക്കും. അതെ, മഹാരാഷ്ട്ര. ഇന്നലെ ഇതേപോലെ ചുരം കയറി ഇറങ്ങി മധ്യപ്രദേശ് കയറി. ഇതെന്ത് കളിയത്? അങ്ങനെയാണ്. പക്ഷെ വഴി എന്തായാലും നല്ല വഴിയാലേ. NH 44. നമ്മളെങ്ങോട്ടാ ആൻസി? നമ്മള് നേരെ തന്നെ അങ്ങോട്ട് കയറണ്ടല്ലോ. വേണ്ട, ഇങ്ങനെ അല്ല. ഇതാണൊരു പ്രശ്നല്ലേ. ഓരോന്ന് പറഞ്ഞ് എന്റെ വഴി തെറ്റിച്ചപ്പോ സമാധാനായി. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ഫോണിലേക്ക് നോക്കാൻ മറന്നുപോയി. ഇപ്പൊ മറന്നു പോയിട്ട് ഇപ്പൊ വേറെ ഏതെങ്കിലും സ്ഥലത്തെത്തിയാനെ, വേറെ വല്ല രാജ്യത്തും എത്തിയാനെ. അല്ല, എനിക്ക് തോന്നുന്നു അത് ജബൽപൂരിലേക്കുള്ള ടൗണിലേക്കുള്ള വഴിയായിരിക്കും. ആയിരിക്കോ? ആണ്. ജബൽപൂര് നമ്മൾ കഴിഞ്ഞു. ജബൽപൂര് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പേരക്കാന്റെ കുരു പല്ലിന്റെ ഇടയ്ക്ക് കയറി. ഓ, അത് കുഴപ്പമില്ല. അപ്പൊ അതെടുക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടും ഞാൻ. പല്ല് കേടായതിന്റെ പ്രശ്നങ്ങൾ. അല്ല, ഇത് അടിപൊളി കാഴ്ചയാണല്ലോ. ഈ വഴി കിടക്കുന്നു നോക്കി, അങ്ങോട്ടൊക്കെ ഒരു വരച്ചു വെച്ചൊരു വര പോലെ. കൊള്ളാം. ഈ വഴി ആദ്യമായിട്ടാണ് തോന്നില്ലേ നമ്മള്? അല്ല, വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ യാത്ര. ആകെ മറന്നുപോയി. പക്ഷേ പശു ക്രോസ് ചെയ്യുന്ന സ്ഥലം പോലെ. പക്ഷേ ഉണ്ടല്ലോ, ആദ്യത്തെ യാത്രയിൽ നമ്മള് ബാംഗ്ലൂരിലേക്ക് പോവല്ലേ? അതെ, നമ്മളാ ആ വണ്ടിയെന്ന് വീണ എന്റെ അമ്മയെ ഗ്ലാസ് ഒക്കെ പൊട്ടും. നേരെ അടിച്ചു വീണ ഗ്ലാസ്. അതിന്റെ തൊട്ട് ബേക്കിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എപ്പോ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഈ ചേട്ടൻ അതാണ് സ്ലോ ആക്കിയത്. പുള്ളിയിലെ ബുദ്ധിപരമായിട്ട് പുള്ളി നീങ്ങിയതാ. ഇതൊരു വല്ലാത്ത കാഴ്ചയാണല്ലോ. കൊള്ളാല്ലേ? അടിപൊളി. ഇത് കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആണ് കേട്ടോ. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങളും കൂടി ആയപ്പോ വല്ലാത്തൊരു ഭംഗിയുണ്ട്. 1 ഏക്കർ കണക്കിന് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. കണ്ണെത്താ ഏരിയ വരെ 2 സൈഡിലും ഒക്കെ തന്നെ ഉണ്ടോ. ഇവിടെ ബിൽഡിങ്ങുകളൊന്നുമില്ല, അപ്പുറത്തെ സൈഡിൽ കുറച്ച് ബിൽഡിങ്ങുകളെങ്കിലും ഉണ്ടെന്ന് മാത്രം. വല്ലാത്തൊരു ഭംഗി. പല കൃഷികളാട്ടോ ഇത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒറ്റ കൃഷിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പല പല കൃഷികളാണ്. നെല്ലുണ്ട്, ഗോതമ്പുണ്ട്. താനെപ്പോഴും എവിടെ വന്നേ? തനിക്കെന്തോടെ കാര്യം? ഇവിടെ വന്ന് നിൽക്കാണ്ട് വേക്കി പോയിരുന്നോ? പോയിക്കോ. അപ്പൊ നമ്മളൊരു ഫോറസ്റ്റിൽ കൂടി ആയിട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിലുവ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലുള്ള ഒരു ഫോറസ്റ്റ് ആട്ടോ. അവിടെ തന്നെയാണ്. ഫുള്ള് തേക്കാണേ. ദൂരം അറിയാം തേക്കുകള് ഉണങ്ങി വരണ്ട് കിടക്കുക. പക്ഷെ എല്ലാം അതുകൊണ്ട് മൃഗങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ സാധ്യത ഉണ്ടായിരിക്കും അല്ലേ? ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. ഇവിടെ ഈ മഴയൊക്കെ അങ്ങനെ കുറവല്ലേ? നമ്മുടെ നാട്ടിൽ കൂടെ മഴക്കാലം ഒന്നുമില്ല. ഇവിടെ ഇല്ല. മഴ പെയ്താ ഒരു പെയ്ത്തുമായിരിക്കും. അതെ.
ഇവിടെ ദൂരം വന്നോട്ടോ ഫോറസ്റ്റ്. ഇവിടുത്തെ ഇങ്ങനെ കുറേ ദൂരം വന്നിട്ടു ഈ ഫോറസ്റ്റ്. അപ്പൊ നമ്മൾ വിചാരിച്ച് തീരുന്നില്ലല്ലോ ഞങ്ങളിങ്ങനെ മനസ്സിലായിരിക്കുക. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതെന്താണെന്നറിയോ, അത് നമ്മുടെ നാട്ടിലെ ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പോ എന്താ സ്ഥിതി? ഫുള്ള് പച്ചപ്പ്, ഹരിതാപം. ഫോറസ്റ്റിലേക്ക് കയറുമ്പോ ചെക്ക് പോസ്റ്റ് എന്തൊക്കെയുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഫോറസ്റ്റ് അത് മനസ്സിലായത് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കത്തിയത് ഫോറസ്റ്റ് ആണല്ലോ. നല്ല അടിപൊളി വഴി, എന്തായാലും അടിപൊളി ആയതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ പോവാം. ഒരു നമ്മളോട് ബസ് ഉണ്ടായിരുന്നില്ല, ആ ബസ്സുകാരൻ അങ്ങെത്തി. അത് മൾട്ടി ആക്സിൽ വോൾവോയാണ്. അതല്ല മറ്റേ എയർപ്ലെയിൻ പോയതുപോലെ പോയെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നേ സുത്താറ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിൽ കൂടിയാണേ. ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 സൈഡിലും ഫുള്ള് ബാരിക്കേഡ് പോലത്തെ നമ്മുടെ നെറ്റ് വെച്ച് പൊക്കി വെച്ചിരിക്കുക. കാര്യം എന്താ വെച്ചാൽ മൃഗങ്ങൾ ചാടി കയറാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള റൂട്ടാണ്, അപകടം പറ്റാതിരിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ആ ഒരു ടൈപ്പ് റൂട്ടാണ്, വമ്പൻ വഴിയാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പറയാണ്, നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്നതിന്റെ ഒരു കാരണം നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ 1 വർഷം കൂടി പോകും. അവളുടെ ഭാവി വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഞങ്ങള് പെട്ടെന്ന് വന്ന് തിരിച്ചു പോകുന്നത്. വേഗം പോകുന്ന ആരും ഒന്നും വിചാരിക്കരുത്. അതെ, ഞങ്ങള് ശരിക്കും വീട്ടിൽ നിന്ന് പോകുന്നത് 3 മാസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് മെയ് മാസം ജൂൺ മാസം ആകുമ്പോഴേ അവരെ വിളിക്കുള്ളൂ എന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ജാനുവരി 21 തന്നെ ചെല്ലാൻ പറഞ്ഞ് വിളിച്ചു. പിന്നെ ഞങ്ങൾ ഒന്ന് നീക്കി മാർച്ച് വരെ ആക്കിയതാണ്. അപ്പൊ ഇനി മാർച്ചിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ കൊച്ചിന്റെ 1 വർഷം കൂടി പോകും. അവർ അഡ്മിഷൻ തരത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ വയനാട്ടിലെ ഞങ്ങളുടെ അമ്പലവയലുള്ള മെയിൻ ഒരു പ്രശ്നമാണ്, സ്കൂളിൽ അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കില്ല. നമുക്ക് ആകെ 2 സ്കൂളാണ് നമ്മുടെ അടുത്ത് നിന്നുള്ളൂ, പെട്ടെന്ന് പോകാൻ നമ്മുടെ വീടിന്റെ മുന്നിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ വരുന്ന രീതിയിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചും കൂടെ സ്പീഡാക്കി പോകുന്നത്. അപ്പൊ കുറെ ആൾക്കാരുടെ കമന്റ്സ് കണ്ടു, നിങ്ങള് എന്താ സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്നൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിപ്പോ കൊറേ ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു. ശരിക്കും ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിൽ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്താൽ രാത്രിക്ക് വണ്ടി ഓടിച്ചൂടായില്ലേ? സത്യമാണ്, പറ്റും. പക്ഷെ ചെയ്യില്ലായിരിക്കും. കാരണം ചെയ്തു കഴിഞ്ഞാല് അവിടെയൊക്കെ കണ്ടിന്യൂസ് ആന ഓരോ ഉപദ്രവങ്ങൾ ചെയ്യുന്നതാണല്ലോ. അല്ല, അത് മേളിൽ കൂടി ആണെങ്കിൽ ഈ ആനയ്ക്കൊന്നും ഒരു വിഷയമില്ല, താഴെ കൂടി നടന്നോളല്ലോ. അതൊരു ശരിയാണ്. ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വരണം. രാത്രി യാത്ര നമുക്ക് അവിടെ ലോറിക്കാർക്കാണെങ്കിലും എത്ര പേര് വന്നിട്ട് അവിടെ കിടക്കുന്നതെന്നറിയാം രാത്രിക്ക്. ഭയങ്കര ബുദ്ധിമുട്ടി അവർ അത്രയും സമയം. പക്ഷെ അവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആനക്കാട്ടിൽ അവരെ പിടിച്ചിടുകയാണ്. അത് ഫുള്ള് ആനക്കാട് തുടങ്ങുന്നത് തൊട്ട് മുമ്പ് അവിടെയൊക്കെ ആനകൾ ഉണ്ട് താനും. കാരണം ഈ ലോറിയിൽ ഞാൻ പോയിട്ടുണ്ട്. ലോറിയിൽ പോയിട്ട് വൈകുന്നേരം 9 മണിക്ക് മുമ്പ് പാസ്സാകാൻ പറ്റാഞ്ഞിട്ട് 9:30-10 മണിയാകുമ്പോൾ ഞങ്ങൾ ആ കാടിന്റെ അവിടെ എത്തിയിട്ട് ഒരു നൈറ്റ് ഫുള്ള് വണ്ടി കിടന്ന് ഉറങ്ങുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്ക്, ഈ ലോഡുമായിട്ട്. അതാണ്, ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കടുവയൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, കടുവേന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നമ്മള് തിരിച്ചു പോകാൻ ഈ റൂട്ടും അല്ല പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് പെട്ടെന്ന് എത്താനുള്ള ഒരു ഇതില് NH 44 കയറി അങ്ങ് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഒരുപാട് പ്ലാനിങ് കൊണ്ട് ഇറങ്ങിയത് ഞങ്ങൾക്ക് ചെറിയതായിട്ട് കൊച്ചിന്റെ കാര്യം ആവുന്നതുകൊണ്ട് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഒരാളല്ലേ ഉള്ളൂ. ഒരാളാണെങ്കിലും 10 ആളാണെങ്കിലും മക്കള് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരാളല്ലേ ഉള്ളൂ എന്ന് നമുക്ക് എപ്പോഴും പറയാം അല്ലേ? ഇവിടെ ഉണ്ടോ കുഞ്ഞാറ്റെ? അപ്പൊ ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞോ? ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഒരു പച്ചത്തുള്ളനല്ല, ഉണക്കത്തുള്ളനാണല്ലോ. പോണം. ഒന്നാമത് ഞങ്ങൾ വരണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിന്റെ വരൾച്ചയും കൂടെ കുറവുണ്ടേ ഉള്ളൂ അല്ലേ? എന്താ പറഞ്ഞ? നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാനേ അവിടെ നിർത്തിയപ്പോ പുള്ളി കുറച്ച് അങ്ങോട്ട് കയറ്റി നിർത്തിക്കോ. ഇവിടെ ഞാൻ എന്നിട്ട് ബാത്റൂം പോയി നോക്കിയില്ലേ, ഇവിടെ അത്യാവശ്യം നീറ്റുമാണ്. ഷവറൊക്കെ ഇട്ട് ഷവറിലൊന്ന് കുളിക്കണം. അതെ, തന്നോട് ഉണ്ടായിരുന്നില്ലേടോ തോന്നുന്നേ. അപ്പൊ അങ്ങനെ മെയിൻ ഒരു യുദ്ധമുള്ള കടമ്പ അങ്ങ് കഴിഞ്ഞു കിട്ടി അല്ലേ? യുദ്ധം കഴിഞ്ഞിട്ടില്ല, ഇനി വലിയ യുദ്ധം കിടക്കുന്നു. ഈ സാധനങ്ങൾ മൊത്തം നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കണം കേട്ടോ. ഇനി അതാണ് മെയിൻ ടാസ്ക്. വേഗം എന്താ കുഞ്ഞാറ്റി കാണിച്ചു വെച്ചേക്കുന്നത്? വേറെ ജീവിയാക്കിയതല്ലേ? അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം അടുക്കി ഇതാ ഇവിടെ സെറ്റാക്കി കേട്ടോ. ഇവിടെ കിടന്നിട്ടൊന്നുമില്ല, വെറുതെ ഷോ കാണിച്ചതാ. ഷോയ്ക്ക് കുറവൊന്നും ഇല്ലല്ലോ.
നല്ല തണുപ്പ്, വെള്ളത്തിൽ കുളിച്ചപ്പോ നല്ല സുഖം. ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ടില്ലല്ലോ. അത് വേറെ സത്യം. സ്വന്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറയണല്ലോ. അല്ല നമ്മള് ആന്റീൻ്റെ അടുത്ത് കുളിച്ചിട്ടല്ലേ വന്നേ. പിന്നെ കുളിക്കുന്ന രാവിലെ കുളിച്ചിട്ടാണ് വന്നത്. പക്ഷേ വലിയ തണുപ്പില്ല കേട്ടോ. എനിക്ക് നല്ല തണുപ്പുണ്ട്. എനിക്ക് അത്ര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് വന്നതിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കും. അതെ അതെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കാല് കയറ്റി വെക്കും കൊച്ചേ. അപ്പോൾ കൂടുതൽ വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലേ ആൻസി? അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. കുഞ്ഞാറ്റൊരു ടാറ്റ കൊടുത്തേ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.